ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ന്യൂ SCERT ബേസിക് സയൻസ് സ്റ്റാൻഡേർഡ് 6ലെ 7ാമത്തെ ചാപ്റ്ററാണ്. 6 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. കണ്ടിട്ടില്ലാത്തവർ കയറി കണ്ടു നോക്കുക. പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കാം. അതുപോലെ 5th സ്റ്റാൻഡേർഡും ബേസിക് സയൻസും സോഷ്യൽ സയൻസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. അപ്പം ഈ ചാപ്റ്റർ പറയുന്നത് മാറ്റങ്ങളുടെ ലോകം, ഓരോ അവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് കുട്ടികൾക്ക് കൊടുത്തിരിക്കുകയാണ് അവസ്ഥാമാറ്റം, രൂപമാറ്റത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ജലത്തിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. ജലത്തിൻ്റെ അവസ്ഥാമാറ്റങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ? പ്രകൃതിയും മറ്റു ജീവജാലങ്ങളും ജലത്തിൻ്റെ അവസ്ഥാമാറ്റം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എഴുതുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? മഴയുണ്ടാകുന്നത് ജലത്തിൻ്റെ ഒരു അവസ്ഥാമാറ്റമാണ്. ജലം ഐസാകുന്നു അല്ലെങ്കിൽ നീരാവിയായിട്ട് പോകുന്നു, ബാഷ്പീകരിച്ചു പോകുന്നു ഒക്കെ എന്താണ്? ജലത്തിൻ്റെ അവസ്ഥാമാറ്റമാണ്. ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുമ്പോൾ ജലം എന്ന പദാർത്ഥത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? പദാർത്ഥം മാറുന്നില്ല അല്ലേ? അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റം ഉണ്ടാകുന്നത്. ഐസും നീരാവിയും ജലത്തിൻ്റെ 2 അവസ്ഥകൾ തന്നെ അല്ലേ? ആണ്. നോക്കിയേ, ജലം ദ്രാവക രൂപത്തിലിരിക്കുന്ന ജലം തണുപ്പിക്കുമ്പോൾ എന്താവും? ഐസാവും, ഖരാവസ്ഥയിലാകുന്നു. അതുപോലെ വാതക രൂപത്തിലേക്ക് ചൂടാക്കുമ്പോൾ എന്താകും? വാതക രൂപത്തിലേക്ക് മാറും. ഓക്കെ, ബാഷ്പീകരിച്ച് നീരാവിയായിട്ട് മാറും. വാതക രൂപത്തിൽ നീരാവിയായിട്ട് മാറുന്നു. അപ്പം ജലത്തിന് അവസ്ഥാമാറ്റം ഉണ്ടാകുന്നു. പക്ഷെ ജലം ആ സ്വഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്, ഫിസിക്കൽ നേച്ചറാണ്. ആകൃതി, വലിപ്പം, അവസ്ഥ എന്നിവ പദാർത്ഥങ്ങളുടെ ഭൗതിക ഗുണങ്ങളാണ്. കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിരിക്കുകയാണ്. ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. ബേസിക്കലി രൂപങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ക്ലേ തന്നെയാണ് അല്ലേ? അപ്പം ക്ലേ ഉപയോഗിച്ച് വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നു. തടി ഉപയോഗിച്ച് കസേര ഉണ്ടാക്കുന്നു. തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കുന്നു. ജലം ഐസാക്കുന്നു. പ്ലാസ്റ്റിക് പൈപ്പ് ചൂടാക്കി വലുതാക്കുന്നു. ഈ സന്ദർഭങ്ങളിലെല്ലാം പദാർത്ഥത്തിൻ്റെ ഭൗതിക സ്വഭാവങ്ങളിലാണ് മാറ്റമുണ്ടാകുന്നത്. ഇനി മെഴുകുരുകുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എക്സ്പെരിമെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ചൂടാക്കുന്നതിന് മുമ്പ് മെഴുക് ഏതവസ്ഥയിലാണ്? ഖരാവസ്ഥയിലാണ്. ചൂടാക്കിയപ്പോഴെന്താകും? ദ്രാവകാവസ്ഥയിലാവും. കൂടുതൽ ചൂടാക്കുമ്പോൾ എന്താകും? ബാഷ്പീകരിക്കും. അത് തണുക്കുമ്പോൾ മെഴുക് ബാഷ്പം ഏതവസ്ഥയിലാകും? വീണ്ടും ഖരാവസ്ഥയിലാകും. അവസ്ഥയിൽ മാറ്റം വന്നപ്പോൾ മെഴുക് പുതിയ പദാർത്ഥമായിട്ട് മാറിയോ? പുതിയ പദാർത്ഥമായിട്ട് മാറിയില്ല, മെഴുക് തന്നെയാണ് അല്ലേ? മെഴുകിനുണ്ടാകുന്ന മാറ്റം സ്ഥിരമാണോ താൽക്കാലികമാണോ? താൽക്കാലിക മാറ്റമാണ്. ഓക്കെ, നോക്കിയേ, മെഴുക് കട്ട ചൂടാക്കുമ്പോൾ എന്താണ്? താപോർജ്ജം സ്വീകരിക്കുന്നു. ഉരുകിയ മെഴുക് ഉരുകുന്നു അല്ലേ? അപ്പോൾ ഉരുകിയ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. അത് വീണ്ടും ചൂടാക്കുമ്പോൾ എന്താണ്? ബാഷ്പീകരിക്കുന്നു. അപ്പം ഉരുകിയ മെഴുക് ബാഷ്പാവസ്ഥയിലേക്ക് മാറുന്നു. ഇനി തണുക്കുമ്പോഴാണെങ്കിലോ താപോർജ്ജം പുറത്തുവിട്ടിട്ട് ബാഷ്പാവസ്ഥയിലെ മെഴുക് ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നു. വീണ്ടും തണുക്കുമ്പോൾ എന്താകും? ഖരാവസ്ഥയിൽ മെഴുക് കട്ടയായിട്ട് തന്നെ മാറുന്നു. അപ്പം ഭൗതിക മാറ്റം അഥവാ ഫിസിക്കൽ ചേഞ്ച്, പദാർത്ഥങ്ങളുടെ വലിപ്പം, ആകൃതി, അവസ്ഥ തുടങ്ങിയ ഭൗതിക സ്വഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് ഭൗതിക മാറ്റം. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതുമെല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഇവ മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ താൽക്കാലിക മാറ്റങ്ങളാണ്. അപ്പം ഭൗതിക മാറ്റം ഉണ്ടാകുമ്പോൾ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല, അവസ്ഥയ്ക്ക് മാത്രമാണ് മാറ്റമുണ്ടാകുന്നത്. ചില ഭൗതിക മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. ഭൗതിക മാറ്റങ്ങൾ എന്താണ്? താൽക്കാലിക മാറ്റങ്ങളാണ്. ഇനി നിത്യജീവിതത്തിലെ ഭൗതിക മാറ്റങ്ങളെക്കുറിച്ച് പറയുകയാണ്. അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കുന്നു. ഹരിതകർമ്മസേനയ്ക്ക് എന്താണ്? നമ്മൾ വേസ്റ്റൊക്കെ നൽകത്തില്ലേ? വേസ്റ്റ് നൽകുന്നു. ഓക്കെ, അപ്പം ഉപയോഗശൂന്യമായ സാധനങ്ങളിൽ നിന്ന് നമ്മൾ വേറെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കിയേ, പുനർനിർമ്മാണം അഥവാ റീസൈക്ലിംഗ്. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കവറുകൾ, മറ്റ് പ്ലാസ്റ്റിക് വസ്തുക്കൾ എന്നിവ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇവയിൽ പലതും നമുക്ക് പുതിയ വസ്തുക്കളാക്കി പുനർനിർമ്മിക്കാൻ കഴിയും. ഇരുമ്പ്, പിച്ചള, അലൂമിനിയം തുടങ്ങിയ ലോഹങ്ങളും ഇത്തരത്തിൽ പുനർനിർമ്മിക്കാവുന്നതാണ്. ഓക്കെ, ഇനി പുനരുപയോഗം, റീയൂസ് ചെയ്യുന്ന കാര്യം പറയുന്നു. ഉപയോഗശൂന്യമായ പല വസ്തുക്കളും മറ്റാവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം. പ്രകൃതിയെ സംരക്ഷിക്കാം. പ്ലാസ്റ്റിക് കത്തുമ്പോൾ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വിഷവാതകങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പ്ലാസ്റ്റിക് വലിച്ചെറിയാതെയും കത്തിക്കാതെയും പുനരുപയോഗത്തിനും പുനർനിർമ്മാണത്തിനും നൽകുന്നത് പ്രകൃതി സംരക്ഷണ പ്രവർത്തനമാണ്. ഭൗതിക മാറ്റങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തി പ്രകൃതിയെ സംരക്ഷിക്കൂ. ഓക്കെ, ഇനി ഭൗതിക മാറ്റത്തിന് എക്സാമ്പിൾ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കുട്ടികളടുത്ത്, അരി പൊടിക്കുന്നതും. അതേപോലെ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തി അവരടുത്ത് ടേബിൾ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് രാസമാറ്റങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, രാസമാറ്റം അഥവാ കെമിക്കൽ ചേഞ്ച്. രാസമാറ്റം ഉണ്ടാകുമ്പോൾ പദാർത്ഥത്തിൻ്റെ രാസഗുണങ്ങളിൽ മാറ്റമുണ്ടാകുകയും പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. എന്താണ്? രാസമാറ്റം ഉണ്ടാകുമ്പോൾ എന്തായും? പദാർത്ഥങ്ങളുടെ രാസഗുണങ്ങളിലും മാറ്റം ഉണ്ടാകും, പുതിയ പദാർത്ഥം ഉണ്ടാകുകയും ചെയ്യും.
ഇത്തരം മാറ്റങ്ങൾ നടക്കുമ്പോൾ ഊർജ്ജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നു. രാസമാറ്റങ്ങൾ സ്ഥിരമാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങളാണെങ്കിൽ താൽക്കാലിക മാറ്റങ്ങളാണ്. രാസമാറ്റങ്ങളാണെങ്കിൽ സ്ഥിരമായിട്ടുള്ള മാറ്റങ്ങളാണ്. അതിനെ ക്ലാസിഫൈ ചെയ്ത് എഴുതിയാക്കിയാണ്. ഇനി രാസമാറ്റം നിത്യജീവിതത്തിൽ. പ്രകൃതിയിൽ നിത്യേനെ ധാരാളം രാസമാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അതിന് എക്സാമ്പിൾ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. മാങ്ങ പഴുക്കുന്നു, അതൊരു രാസമാറ്റമാണ്. പാലിനെ തൈരാക്കി മാറ്റുന്നു, രാസമാറ്റമാണ്. ആഹാരം ദഹിക്കുന്നു. ചെമ്പ് പാത്രങ്ങളിൽ ക്ലാവ് പിടിക്കുന്നത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്, പൂത്തിരി കത്തുന്നത്, ആഹാരം വേവുന്നത്, മൂർച്ച ആപ്പിളിൻ്റെ നിറം മാറുന്നത്, മാലിന്യങ്ങൾ ജീർണിക്കുന്നത്, ഇതെല്ലാം എന്താണ്? രാസമാറ്റമാണ്. ഓക്കെ, ഇനി തുരുമ്പിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നു. ഇരുമ്പ് വായുവിലെ ഈർപ്പം ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് തുരുമ്പുണ്ടാകുന്നത്. ഇരുമ്പ് എന്താണ്? വായുവിലെ ഈർപ്പവും ഓക്സിജനുമായി പ്രവർത്തിച്ചിട്ടാണ് തുരുമ്പുണ്ടാകുന്നത്. എണ്ണ പുരട്ടിയോ പെയിൻറ് ചെയ്തോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. എണ്ണ പുരട്ടിയിട്ടോ പെയിൻറ് അടിച്ചിട്ടോ ഇരുമ്പ് സാധനങ്ങൾ തുരുമ്പ് പിടിക്കുന്നത് നിയന്ത്രിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇരുമ്പിന് വായുവുമായുള്ള സമ്പർക്കം ഒഴിവാകുന്നു. ഇനി ആഹാരപദാർത്ഥങ്ങൾ കേടുവരുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്ന രാസമാറ്റം മൂലമാണ്. ഇത് തടയാൻ വീട്ടിൽ എന്തെല്ലാം ചെയ്യാറുണ്ട്? എന്തൊക്കെ ചെയ്യാറുണ്ട്? ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. അതുപോലെ സാധനങ്ങൾ നമ്മൾ എന്തായും ഉണക്കി സൂക്ഷിക്കാറുണ്ട് അല്ലേ? ഉണക്കി സൂക്ഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ഉപ്പിലിട്ട് സൂക്ഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി പൂത്തിരി കത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്? പൂത്തിരിയിൽ രാസപദാർത്ഥങ്ങളുണ്ടല്ലോ, അതിൽ രാസോർജ്ജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരിയിലെ പദാർത്ഥങ്ങളിൽ മാത്രമല്ല എല്ലാ പദാർത്ഥങ്ങളിലും രാസോർജ്ജം അടങ്ങിയിരിക്കുന്നു. പൂത്തിരി കത്തുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള രാസോർജ്ജമാണ് ശബ്ദം, പ്രകാശം, താപം എന്നീ ഊർജ്ജ രൂപങ്ങളായിട്ട് മാറിയത്. കുട്ടികൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. കാര്യമൊന്നുമില്ല. പൂത്തിരി കത്തുമ്പോൾ എന്താ ഉണ്ടാകുന്നു? ശബ്ദോർജ്ജം ഉണ്ടാകുന്നു, പ്രകാശോർജ്ജം ഉണ്ടാകുന്നു, താപോർജ്ജം ഉണ്ടാകുന്നു. ഇനി കൂടുതൽ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. പേപ്പർ കത്തുമ്പോൾ എന്തുണ്ടാകുന്നു? താപോർജ്ജം ഉണ്ടാകുന്നു, പ്രകാശോർജ്ജം ഉണ്ടാകുന്നു. കർപ്പൂരം കത്തുമ്പോഴാണെങ്കിലോ അപ്പോഴും താപോർജ്ജവും പ്രകാശോർജ്ജം ഉണ്ടാകുന്നു. പടക്കം പൊട്ടുമ്പോഴാണെങ്കിൽ താപോർജ്ജം ഉണ്ടാകും, പ്രകാശോർജ്ജം ഉണ്ടാകും, ശബ്ദോർജ്ജം ഉണ്ടാകും. പാചകവാതകം കത്തുന്നു, എന്തുണ്ടാകും? താപോർജ്ജവും പ്രകാശോർജ്ജവും ഉണ്ടാകാറുണ്ട്. ഇനി ഊർജ്ജമാറ്റം സസ്യങ്ങളിലും. പ്രകാശ സംശ്ലേഷണത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഹരിതകത്തിൻ്റെ സഹായത്താൽ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണത്തിലൂടെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുമ്പോൾ പ്രകാശോർജ്ജം രാസോർജ്ജമായിട്ടാണ് സംഭരിക്കുന്നത്. ഇനി മിന്നാമിനുങ്ങിനെ കുറിച്ച് പറയുകയാണ്. രാത്രിയിൽ മിന്നാമിനുങ്ങുകൾ പ്രകാശിക്കുന്നത് കണ്ടിട്ടില്ലേ? അവയുടെ ശരീരത്തിലെ ചില രാസവസ്തുക്കളാണ് പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം മിന്നാമിനുങ്ങളിലെ ശരീരത്തിലെ ചില കെമിക്കൽസാണ് അതിൽ എന്താണ്? പ്രകാശം ഉണ്ടാക്കുന്നത്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജ്ജം പ്രകാശോർജ്ജമായി മാറുന്നു. നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. മിന്നാമിനുങ്ങ് പ്രകാശിക്കുമ്പോൾ രാസോർജ്ജമാണ് പ്രകാശോർജ്ജമായി മാറുന്നത്. ഇനി ഊർജ്ജമാറ്റം നിത്യജീവിതത്തിൽ. മിക്സി ചലിക്കുന്ന യന്ത്രഭാഗങ്ങൾ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ മിക്സി പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ ഉണ്ടാകുന്നു? യാന്ത്രികോർജ്ജമുണ്ട്. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, ശബ്ദോർജ്ജമാകുന്നു, താപോർജ്ജമാകുന്നു. അതിവിടെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അതേപോലെ അയൺ ബോക്സ് വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറ്റുന്നു. ബാറ്ററി ആണെങ്കിൽ രാസോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറ്റുന്നു. സ്പീക്കർ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറ്റുന്നു. ഇനി ബാറ്ററി രാസോർജ്ജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഓക്കെ, ഇനി ഊർജ്ജമാറ്റവും ഊർജ്ജ നഷ്ടവും. എന്താണ്? ഊർജ്ജമാറ്റം സംഭവിക്കുമ്പോൾ കുറേയധികം ഊർജ്ജം നാം ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തുന്നു. വൈദ്യുത ബൾബ് ഉപയോഗിക്കുന്നത് പ്രകാശം ലാഭിക്കാനാണല്ലോ, എന്നാൽ ബൾബിൽ താപവും ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന താപം പ്രയോജനപ്പെടുത്തുന്നില്ലല്ലോ. വിവിധ കാലങ്ങളിൽ നാം ഉപയോഗിച്ച 3 തരം ബൾബുകളുടെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ആദ്യം ഫിലമെൻ്റ് ബൾബ്, പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫിലമെൻ്റ് ബൾബിൻ്റെ പിക്ചർ കൊടുത്തിരിക്കുന്നു. അപ്പം വൈദ്യുതി ഉപയോഗം കൂടുതലാണ്, താപോർജ്ജവും വളരെ കൂടുതലാണ്. ഓക്കെ, CFL ആകുമ്പോഴത്തേക്കും വൈദ്യുതി ഉപയോഗം കുറവാണ്, താപോർജ്ജവും കുറവാണ്. എന്നാൽ LED ബൾബുകളാണെങ്കിൽ വൈദ്യുതി ഉപയോഗം വളരെ കുറവാണ്, താപോർജ്ജവും വളരെ കുറവാണ്. ഓക്കെ, ഇനി ഇതേണ്ടേ ഊർജ്ജമാറ്റം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ എന്താണ്? യാന്ത്രികോർജ്ജവും താപോർജ്ജവും ശബ്ദോർജ്ജവും ഉണ്ടാകുന്നു. അതിൽ ഉപയോഗപ്പെടുന്ന ഊർജ്ജരൂപം ഏതാണ്? യാന്ത്രികോർജ്ജം തന്നെയാണ് ഉപയോഗപ്പെടുന്നത്. ഉപയോഗപ്പെടാത്ത ഊർജ്ജരൂപം ശബ്ദോർജ്ജവും താപോർജ്ജവും. ഇനി ഫാൻ പ്രവർത്തിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നു, താപോർജ്ജം ഉണ്ടാകുന്നു. അതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് യാന്ത്രികോർജ്ജവും ഉപയോഗപ്പെടാത്തത് താപോർജ്ജവുമാണ്. അതുപോലെ മിക്സി പ്രവർത്തിക്കുമ്പോഴാണെങ്കിൽ യാന്ത്രികോർജ്ജം ഉണ്ടാകുന്നു, താപോർജ്ജം ഉണ്ടാകുന്നു, ശബ്ദോർജ്ജം ഉണ്ടാകുന്നു. ഉപയോഗപ്പെടുന്നത് യാന്ത്രികോർജ്ജം, ഉപയോഗപ്പെടാത്തത് താപോർജ്ജവും ശബ്ദോർജ്ജവുമാണ്. അപ്പം രാസമാറ്റം, ഭൗതികമാറ്റം, ഊർജ്ജമാറ്റം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ചുറ്റുപാടും നടക്കുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാനും വിശദീകരിക്കാനും നമ്മെ സഹായിക്കുന്നു. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ.
അപ്പം മെയിനായിട്ട് എന്താണ് രാസമാറ്റവും ഭൗതികമാറ്റവും പിന്നെ ഊർജ്ജമാറ്റത്തിനെയും കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്, പക്ഷേ നമുക്ക് റെഗുലറായിട്ട് PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലേ. ഓക്കെ, അപ്പം നന്നായിട്ടൊന്ന് വായിച്ച് വെക്കുക. സിമ്പിളാണ്, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.